ടിഷ്യൂ ചന്തേരിയാണ് സാരിയുടെ ഫാബ്രിക് പറയുകയാണെങ്കിൽ. നല്ല പാറ്റേണിൽ ഒരു ബ്ലൂ ആണ്, അക്വ ബ്ലൂവും ഒരു കിങ് ഫിഷർ ബ്ലൂവും കൂടിയുള്ള കോമ്പിനേഷനിലാണ് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ത്രൂ ഔട്ട് ദ സാരി വരുന്നത്. സാരിയുടെ കളർ പറയുകയാണെങ്കിൽ ചിക്കു ആണ് സാരിയുടെ ബേസ് കളർ വരുന്നത്. ഇത് നല്ല പാറ്റേണിലായിരിക്കും ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ബോഡി കംപ്ലീറ്റ് വരുന്നുണ്ട്, കൂടാതെ ലോ ബോർഡറിലും ആ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും വരിക. ഈ ഒരു മോട്ടീവ്സ് ആയിരിക്കും ബോഡിയിൽ വരിക. ബോർഡറിൽ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ്, ഒരു ഡയമണ്ട് പാറ്റേണിലായിരിക്കും ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോൾ ഹാഫ് പോർഷനിലായിരിക്കും ആ ഒരു വർക്ക് വരിക. പല്ലു, റണ്ണിങ് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ, ഇതേ ടോണിൽ തന്നെ റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസിൽ വർക്ക് വരുന്നില്ല, പ്ലെയിൻ ബ്ലൗസ് ആയിരിക്കും. സെയിം ഡിസൈൻ വിത്ത് ഡിഫറെൻറ്റ് കളറിലാണ് വരുന്നത്. ബേബി പിങ്ക് ആൻഡ് കോറൽ പീച്ചാണ് സാരിയുടെ കോമ്പിനേഷൻ. ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് ത്രൂ ഔട്ട് ദ സാരി. വിത്തൗട്ട് ബോർഡർ ആയിരിക്കും. അപ്പർ ബോർഡർ വന്നിട്ട് ലോവറിൽ വരുമ്പോൾ ഈ ഒരു സ്റ്റൈലിലാണ് ആ ഒരു വർക്ക് വരുന്നത്. ഫുൾ ആ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്ക് തന്നെയാണ് വരുന്നത്. ഷോർട്ട് പല്ലു, ബ്ലൗസ്. അടുത്ത കളർ പാലറ്റ് പറയുകയാണെങ്കിൽ റെഡും പീച്ചും കൂടിയുള്ള കോമ്പിനേഷനിലാണ് വരുന്നത്. റെഡ്, പീച്ച് ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വരുന്നത്. സെയിം അതേ പാറ്റേൺ തന്നെയായിരിക്കും. ഫുൾ ബോഡി സെയിം സ്റ്റൈൽ വിത്ത് പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് കോമ്പിനേഷൻ ഒരു പപ്പായ ഓറഞ്ചും റെസ്റ്റിക് ടോണും കൂടിയുള്ള കോമ്പിനേഷനിലാണ് സാരി വരുന്നത്. പപ്പായ ഓറഞ്ച്, റെസ്റ്റിക് ആൻഡ് ഗ്രീൻ ആണ് സാരിയുടെ കോമ്പിനേഷൻ. സെയിം അതേ വർക്ക് തന്നെയായിരിക്കും സാരിക്ക് വരുന്നത് വിത്ത് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ ലോട്ടസ് പിങ്ക് ആണ്. ലോട്ടസ് പിങ്കും ഗ്രീനും കൂടിയുള്ള കോമ്പിനേഷൻ. ബേബി പിങ്ക്, ലോട്ടസ് പിങ്ക് ആൻഡ് ഗ്രീൻ ആ ഒരു കോമ്പിനേഷനിലായിരിക്കും ഫുൾ സാരിയിലും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. സാരിക്ക് ഒരു റിബൺ ബോർഡർ കൂടി വരുന്നുണ്ട്. രണ്ട് സൈഡിലും ഒരു റിബൺ ബോർഡർ വന്നിട്ടാണ് ഈ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. റണ്ണിങ് പല്ലു, പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് സാരി കോറൽ പീച്ച് ആൻഡ് ബേബി പിങ്ക് ഗ്രീൻ ഈ ഒരു കോമ്പിനേഷനിലാണ് സാരിയിൽ വർക്ക് വരുന്നത്. എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ വരുമ്പോൾ നല്ലൊരു ഡിഫറെന്റ് ലുക്കിൽ ഈ ഒരു സ്റ്റൈലായിരിക്കും ആ ഒരു ലോവർ ഏരിയയിൽ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഈ ഒരു പാറ്റേൺ ആണ്. അതിന്റെ തന്നെ മിനിയേച്ചർ ഫോമിലുള്ള മോട്ടീവ്സ് ആയിരിക്കും ബോഡിയിൽ വരുന്നത്. പല്ലു വരുമ്പോൾ ആ ഒരു ഗോൾഡൻ സെറിയിലുള്ള ലൈൻസിലാണ്, തിൻ ഷോർട്ട് പാറ്റേണിലാണ്. റണ്ണിങ് മുന്താണി, പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് കളർ പൗഡർ ബ്ലൂ, സീ ബ്ലൂ ആൻഡ് ഗ്രീൻ ആണ് സാരിയുടെ കോമ്പിനേഷൻ. സെയിം അതേ പാറ്റേണിൽ തന്നെയായിരിക്കും വർക്ക് വരിക വിത്ത് പ്ലെയിൻ ബ്ലൗസ്. പപ്പായ ഓറഞ്ച്, റെസ്റ്റിക് ആൻഡ് ഗ്രീനിലാണ് അടുത്ത കോമ്പിനേഷൻ. സെയിം അതേ ഡിസൈൻ തന്നെയാണ്. പാറ്റേൺ എല്ലാം സെയിം, പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് കോമ്പിനേഷൻ ലോട്ടസ് പിങ്ക്, ബേബി പിങ്ക് ആൻഡ് ഗ്രീൻ. സെയിം സ്റ്റൈൽ തന്നെയാണ്, അതേ പാറ്റേണിൽ തന്നെയായിരിക്കും ആ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്ക്, ഫ്ലോറൽ മോട്ടീവ്സ് വിത്ത് പല്ലു ആൻഡ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ പൗഡർ ബ്ലൂ, സീ ബ്ലൂ ആൻഡ് ഗ്രീൻ ആണ്. ഡിസൈൻ മാറിയിട്ടുണ്ട്. ആ എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേണിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. സർക്കുലർ മോട്ടീവ്സിൽ തന്നെയാണ്, ഈ ഒരു പാറ്റേണിലായിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരിക. മോട്ടീവ്സ് വരുമ്പോൾ ഈ ഒരു സ്റ്റൈലായിരിക്കും. മുന്താണി, പ്ലെയിൻ ബ്ലൗസ്. സെയിം അതേ ഡിസൈൻ തന്നെ വരുന്നത്. കളർ പാലറ്റ് പീച്ചും ചില്ലി റെഡും ആണ്. പീച്ച്, ചില്ലി റെഡ് ആൻഡ് ഗ്രീൻ ഈ ഒരു കോമ്പിനേഷനിലാണ് ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത് വിത്ത് ബ്ലൗസ്. ലാസ്റ്റ് സാരിയാണ് വരുന്നത്. പപ്പായ ഓറഞ്ച്, റെസ്റ്റിക് ആൻഡ് ഗ്രീൻ ആണ് സാരിയുടെ കോമ്പിനേഷൻ. സെയിം അതേ പാറ്റേണിൽ തന്നെയായിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരിക. ഫുൾ ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വന്നിട്ട് സർക്കുലർ പാറ്റേണിലായിരിക്കും ലോവർ ഏരിയയിൽ ബോർഡർ വരുന്നത്. അത് കൂടാതെ റിബൺ ബോർഡർ എല്ലാ സാരിക്കും വരുന്നുണ്ട്. ഗോൾഡൻ ജെറിയിലുള്ള തിൻ സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് ഷോർട്ട് പല്ലു വരുന്നത്. എല്ലാ സാരീസിനും ബ്ലൗസ് വരുന്നത് പ്ലെയിൻ.